ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഞാൻ മണ്ണ് കളക്ട് ചെയ്യുന്നത്, ആ മണ്ണ് എങ്ങനെയാണ് ഒരുക്കുന്നത്, പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറികൾ ഇതെല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. നിങ്ങൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക്. ഇതുണ്ടോ, നമ്മൾ വീടിൻ്റെ ടെറസൈഡിൻ്റെ മുകളിൽ ഗ്രോബാഗി നട്ടിട്ട് പയറാണ്. അപ്പോൾ ഈ പയറിൻ്റെ നീളം കണ്ടില്ലേ? ഞാനിത് ഇതിന് കമ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന തൊട്ട് അപ്പുറത്തെ പറമ്പിലുള്ള ചെറിയ ചില്ലക്കഷ്ണങ്ങൾ കിട്ടിയ ആ ചില്ലിയാണ് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിന് ഞാൻ വളമായിട്ട് ഉപയോഗിക്കുന്നത് മുഴുവൻ വീട്ടിൽ അതാത് ദിവസങ്ങൾ വീട്ടിൽ വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റാണ് ഞാൻ ഇതിന് വളമായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാ ഈ ഭാഗം നോക്കി, ഇവിടെ ഇങ്ങനെ താഴേക്ക് ഇതുണ്ട്. ഇവിടെയൊക്കെ നിറയെ പയറിങ്ങനെ കായ്ച്ച് ഇങ്ങനെ തൂങ്ങി കിടക്കുവാണ്. ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് പയറുണ്ട്. അപ്പം നമ്മളിത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ടെറസയിലാണ് നമ്മളിതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് നമ്മൾ ഇതുണ്ട്, ഒരു വെണ്ട നന്നായിട്ട് വിളഞ്ഞ് ആനക്കൊമ്പൻ്റെയാണ്, അത് പറിക്കാറായി. ഒരു കുഞ്ഞൊരു വഴുതനാണ്, അതിപ്പോൾ ഒരു 3 വഴുതനങ്ങ വിത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പാലക്ക് ചീരിയാണ്, ഞാനത് മുറിച്ച് ഞാനത് കറി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ജൈവ രീതിയിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഗ്രോ ബാഗിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 22 ഗ്രോ ബാഗാണ് ഇവിടെ ഇരിക്കുന്നത് മാത്രം. ഇതുണ്ടോ നമ്മുടെ പച്ചമുളകല്ലേ, ഈ പച്ചമുളകിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മേലോട്ട് നോക്കി പച്ചമുളകാണ്, മേലോട്ട് നോക്കുക. അപ്പം ഇത് ഒന്നും താഴേക്ക് വരില്ല. ഇതുണ്ട്, ഈ പച്ചമുളകെല്ലാം മേലോട്ട് നോക്കുക എന്നാണ് പറഞ്ഞത്. മേലോട്ട് നോക്കി പച്ചമുളക് അതിൻ്റെ പേര് തന്നെ. ഈ മേലോട്ട് നോക്കുക എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഭയങ്കര എരിവാണ്. അപ്പം നമ്മൾ ഈ മുളക് കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മേലോട്ട് നോക്കിപ്പോകും, അത്ര എരിവാണ്. അതുകൊണ്ടാണ് ഇതിന് മേലോട്ട് നോക്കി എന്ന് പേരിടുന്നത്. ഇത് കീഴോട്ട് നോക്കിയാണ്. സാധാ പച്ചമുളകിനെ കഴിഞ്ഞ് ചെറുതാണ്, കുറച്ചുകൂടെ താഴെ ഒരു എന്താ പറയുക, ഒരു ചെറിയ പച്ചമുളകാണ്. അപ്പോൾ ഇത് കീഴോട്ട് നോക്കി നോക്കും. ഈ കീഴോട്ട് നോക്കുക എന്ന് പറഞ്ഞാലും ഇതിന് അർത്ഥം വരുന്നത് അതീവ എരിവാണ്. ആ എരിവ് പോകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ അഭ്യാസം എടുക്കുമോ അതെല്ലാം നമ്മൾ എടുക്കുന്ന രീതിയിൽ വളരെ ഇതാകുന്ന എരിവാണ്. ഇപ്പോൾ ഇതെല്ലാം നിറയെ ചീരകളാണ്. ഇപ്പോൾ ഇതൊന്നും ഞാൻ നട്ടതല്ല, എൻ്റെ മണ്ണിനകത്ത് ആദ്യത്തെ വർഷം ഞാൻ കൃഷി ചെയ്തപ്പോൾ കിട്ടിയത് ആ മണ്ണിനകത്ത് നിന്ന് എനിക്ക് വീണ്ടും ഇതുപോലെ ചീര ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായി വരികയാണ്. ഇപ്പോൾ ഇത് ആനക്കൊമ്പൻ്റെ മറ്റൊരു ഇതുണ്ടോ, ആനക്കൊമ്പനാണ്. അപ്പോൾ ഇവനെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇനി നിന്ന് കഴിഞ്ഞാൽ ഇത് മൂത്ത് പോകും. അപ്പോൾ ഇവിടെയും ധാരാളം പച്ചമുളക്, മേലോട്ട് നോക്കി പച്ചമുളക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് വന്നാൽ നമുക്കല്ലേ വഴുതനകൾ, വ്യത്യസ്തമായ വഴുതനയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പം ഇതാ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കുക, കഴിക്കുക, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും പറ്റുമെങ്കിൽ നമ്മൾ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് മറ്റൊരു വഴുതനയാണ്. ഇത് വെള്ള വഴുതനയാണ്. എനിക്ക് കുറേ ഐറ്റം വഴുതന തൈകളുണ്ട്. ഇപ്പോൾ ഉണ്ട വഴുതനയുണ്ട്, വെള്ള വഴുതനയുണ്ട്, അങ്ങനെ നിരവധി വഴുതനകൾ ഉണ്ട്. ഇതുണ്ട്, എന്തോരം കായാണ് ഇവിടുത്തെ കായ്ച്ചിരിക്കുന്നത് നോക്കി. നിരവധി കായ്കളാണ്, വളരെ ചെറിയ തൈയാണ്, ചെറുപ്പത്തിലേ ഇത് കായ്ച്ചിരിക്കുകയാണ്. ഇതൊക്കെ പല സ്ഥലത്തു നിന്നും, പല വീട്ടിൽ നിന്നും, പല പുഴയത്തിൽ നിന്നും ഒഴുകി വരുന്ന മണ്ണ് ഞാൻ താമസിക്കുന്ന റോഡിൻ്റെ ഒരു സൈഡിൽ ഒന്ന് അടിഞ്ഞു കൂടി കിടക്കുകയാണ്. അപ്പോൾ നല്ല വളക്കൂടുള്ള ഈ മണ്ണ് ഞാൻ ഇത് ഇതേപോലെ ഒരു ബക്കറ്റ് കൊണ്ടുവരും. ആ ബക്കറ്റിലേക്ക് ഞാൻ കൊണ്ടുവരും. എന്നിട്ട് പ്ലാസ്റ്റിക് ഷീറ്റെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ബാക്കി പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പം മണ്ണില്ല, കൃഷി ചെയ്യാൻ മണ്ണില്ല എന്ന് പറയുന്നവർക്ക് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മണ്ണ് നമ്മുടെ വീട്ടിൽ ചുറ്റുവട്ടത്ത് തന്നെ മണ്ണ്, ആ മണ്ണ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്തു നിന്നുള്ള മണ്ണുകളെ ശേഖരിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ശേഖരിക്കുന്ന മണ്ണ് നമ്മൾ എടുത്തുകൊണ്ട് പോയി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇത് 6 or 7 ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണ് കിട്ടി കഴിഞ്ഞിരിക്കും.
ഇനി ഇത് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് 9 മുതൽ 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ചാണകപ്പൊടി ഞാൻ 1:1:1:1 അങ്ങനെയാണ് ചെയ്തത്. ഒരു ഭാഗം മണ്ണ്, ഒരു ഭാഗം ചാണകപ്പൊടി, ഒരു ഭാഗം ചകിരിച്ചോറ്, ഒരു ഭാഗം ഉണങ്ങിയില അല്ലെങ്കിൽ പച്ചില. ഇതാണ് എൻ്റെ ഒരു ഗ്രോ ബാഗിനകത്തെ കണക്ക്. 1:1:1:1. അതിലേക്ക് പിന്നെ വേപ്പിനാക്കും, അതേപോലെ തന്നെ എല്ലുപൊടിയും ചേർക്കും. ഞാൻ റോട്ടുമേന്ന് കോരിക്കൊണ്ട് വന്ന മണ്ണ് അതിലേക്ക് ഞാൻ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുമ്മായം വിതറുകയാണ്. നമ്മളിത് കുമ്മായം വിതറിയിട്ട് 9 മുതൽ 15 ദിവസം വരെ ഇതങ്ങ് മൂടിയിട്ടേക്കും. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 9 മുതൽ 15 ദിവസം വെക്കും. അതിനുശേഷം ഇതിനകത്ത് ഈ ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും അതേപോലെ തന്നെ എല്ലുപൊടിയും ചേർത്ത് നമ്മുടെ ലഭ്യത അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഗ്രോ ബാഗിലേക്കോ മറ്റേ ചട്ടിയിലേക്കോ ചാക്കിലേക്കോ നമ്മൾ നിറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. വളരെ കുഞ്ഞൊരു തക്കാളിയാണ്, 5-6 ഉണ്ടായിട്ടുണ്ട്. 5, 4, 6 തക്കാളി ഉണ്ടായിട്ടുണ്ട്. വളരെ കുഞ്ഞൊരു തക്കാളിയിൽ നിന്നാണ് നമുക്ക് 6 തക്കാളി ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതിന് ശരിയായ രീതിയിൽ ഓരോ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവും, കൂടുതൽ വിളവുകൾ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു വെണ്ട വെക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറം 2 വഴുതന വെക്കും. അപ്പോൾ അങ്ങനെ മാറ്റിയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ കീടബാധിത എല്ലാത്തിലും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ മാറ്റി ചെയ്തത്. ഇപ്പോൾ ഒരു 2-3 വെണ്ട അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒരു വെണ്ടയിൽ വരുന്ന കീടബാധ മറ്റേ വെണ്ടയിലേക്കും വരും. അപ്പോൾ അതല്ലാതെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കീടബാധകൾ കുറവായി നമുക്ക് ലഭിക്കും. ഇതല്ല നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പറിച്ചതാണ്. അപ്പോൾ ഈ ഒരു ടെറസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. ഇനി ടെറസിൻ്റെ മറ്റു ഭാഗത്തേക്ക് പോകാനുണ്ട്, പിന്നെ വീടിൻ്റെ മതിലിൻ്റെ ഭാഗത്തേക്ക് പോകാനുണ്ട്, പിന്നെ മറ്റ് 2 കൃഷിയിടത്തേക്ക് പോകാനുണ്ട്. അവിടെയൊന്നും ഞാൻ പോകാതെ തന്നെ എനിക്ക് ഇന്നത്തേക്കുള്ള വീട്ടിലേക്കുള്ള ആവശ്യമുള്ള മുഴുവൻ പച്ചക്കറികൾ എനിക്ക് ലഭ്യമായി. ഞാൻ വീട്ടിലെ കഞ്ഞിവെള്ളവും അതുപോലെ അരി കഴുകുന്ന കാടിവെള്ളവും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റും ആണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. വേറെ ഒരു വളവും ഞാൻ ഇതുവരെ ഞാൻ ഉപയോഗിച്ചില്ല. അപ്പോൾ ഇതുണ്ട്, ഒരു കുഞ്ഞൊരു വഴുതന ഇതുണ്ടോ, അവൻ്റെ ഷേപ്പ് ഉണ്ട്, അങ്ങനെ കടക്കുന്ന കടപ്പ് കണ്ടില്ലേ. ഇവിടെ തന്നെ 4 ഇവിടെയുണ്ട്, ഒരു 3-4 ഇതാ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വഴുതന കണ്ടില്ലേ. ഇതൊരു പ്രത്യേകതരം വഴുതനയാണ്. ഇതൊരു നീളം വെക്കും, വണ്ണം ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. സാമ്പാറിനകത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ സാമ്പാറിന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇപ്പോഴേ ഭാഗത്ത് ഇതുണ്ട് കുറച്ച് ചീര. അപ്പം ഇതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ള മുഴുവൻ പച്ചക്കറികൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. അപ്പം ജൈവ രീതിയിൽ നമ്മൾ ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് പച്ചക്കറി കൃഷികൾ നമ്മൾ ചെയ്യുക. ആരോഗ്യമുള്ള നല്ലൊരു പുത്തൻ തലമുറയെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. അപ്പം അടുത്ത ഒരു വീഡിയോ വരുന്നതും വരെ ഓക്കെ, ബൈ, താങ്ക് യു. നമ്മൾ ഇതേപോലെ നമ്മുടെ ഇലയിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്തു. ഇലേൻ്റെ അടിയിലും മുകളിലും വരത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്യുക. ഇതെൻ്റെ ഇവിടുത്തെ ഒരു 4-5 മൂട് പയറാണ്. പയറൊക്കെ കായ്ച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. കാ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കായൊക്കെ ഇവിടെ കറുപ്പുണ്ട്. അപ്പം ഇതേപോലെ നമ്മൾ ഇതിലേക്ക് തളിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കീടബാധ്യതയും വരില്ല. കീടബാധ്യത വരുന്നില്ല എന്ന് മാത്രമല്ല, നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും നമുക്ക് ചെയ്യും. നമുക്ക് യാതൊരു ചിലവുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുരിങ്ങയിലില്ലാത്തവരാരുമില്ല. ഇപ്പോൾ വെണ്ടയായാലും വെണ്ടയ്ക്കും നമ്മൾ തളിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പാലക്കീരിയാണ്, പാലക്കീരിക്ക് നമ്മൾ തളിച്ച് കൊടുക്കുക. ഇതുണ്ടോ, ഒരു കുഞ്ഞൊരു വഴുതനയാണ്. അതുമേ തന്നെ ഇത് 3 എണ്ണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മളിങ്ങനെ തളിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുണ്ടോ, നമ്മുടെ ഒരു കുഞ്ഞൊരു വഴുതനയിൽ ഇപ്പം നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു കാ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാ കണ്ടില്ല. ഇതേപോലെ നമുക്ക് ചെറുപ്പത്തിലേ തന്നെ ഈ വഴുതന നമുക്ക് കായ്ച്ച് കിട്ടുവാണ്. നമ്മുടെ ഈ ഒരു പ്രയോഗമാണ്. അപ്പം മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മറ്റുള്ളവരോട് കണ്ടു കഴിഞ്ഞാൽ
അവരൊക്കെ വീടുകളിൽ അവർക്ക് ധാരാളമായിട്ട് പൂച്ചെടികളുള്ള ആൾക്കാർക്കാണെങ്കിൽ അവരുടെ പൂച്ചെടികളൊക്കെ വളരെ ഭംഗിയായിട്ട് പൂക്കളൊക്കെ നല്ല ശോഭയോടുകൂടിയും ഭംഗിയോടുകൂടിയും സൗന്ദര്യത്തോടുകൂടി ഉണ്ടാകാൻ പറ്റും. പച്ചക്കറികളായാലും ഈ ഇലപ്പുള്ളി രോഗങ്ങൾ, അതുപോലെ തന്നെ മുഞ്ഞ പോലത്തെ രോഗങ്ങൾ, അതുപോലെ തന്നെ ഈ വണ്ടിൻ്റെ അസുഖങ്ങൾ, ഇലനിൽപ്പം പുഴുവിൻ്റെ അസുഖങ്ങൾ, അങ്ങനെ നിരവധിയായ എല്ലാവിധ കീടങ്ങളും രോഗബാധിതകളും പച്ചക്കറിക്ക് പോകുന്നതാണ്. അപ്പം ഇനി എല്ലാവരും പ്രത്യേകമായിട്ട് സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാവുള്ളൂ. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതം അല്പം കൂടുതലാണെങ്കിൽ ഇത് കേടാവില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ തളിച്ചു കൊടുക്കുക, മറ്റ് ഒരു കീടനാശിനികൾ നമ്മളിത് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.